ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യം സംയുക്തമായ ഒരു സൈനികാഭ്യാസം ഈ ഒരു സമയത്ത് നടത്തുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ പ്രതീക്ഷിക്കണം. അങ്ങനെ ഒന്ന് സംഭവിച്ചു. സംഭവം ഇവിടെയല്ല, ഇറാനിലാണ്. ഇറാനിൽ സഹന്തറിലാണ് ഇരു രാജ്യങ്ങളുടെയും സൈനികർ സംയുക്ത സൈനികാഭ്യാസം നടത്തിയത്. ഇവിടെ ഇറാനിൽ നടക്കുന്ന ഷാങ്ഹായ് SCOയുടെ സംഘടനകളുടെ കീഴിൽ സംയുക്ത സൈനികാഭ്യാസത്തിൽ 10 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുമുണ്ട്. അതിൽ ഇന്ത്യക്ക് മാത്രമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. കാരണം 2018 ഇന്ത്യയും പാകിസ്ഥാന്റെയും സൈനികർ സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് കരുതി ഉഭയകക്ഷി ബന്ധത്തിലോ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിലോ യാതൊരു മാറ്റവും വരില്ല. ഇപ്പോഴും നിൽക്കുന്ന ശത്രുത അതേപോലെ തന്നെ നിലനിൽക്കും. പക്ഷേ ഈ ഒരു സംഘടനയുടെ കീഴിൽ ഈ സംയുക്ത സൈനിക അഭ്യാസം, അതിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്, കസാഖിസ്ഥാൻ, ബെലാറസ്, ഇറാൻ തുടങ്ങിയ 10ഓളം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുമായിട്ടല്ല സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നതാണ്. അത് സംഘടനയുടെ നിയമവുമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യയും പാകിസ്ഥാന്റെ സൈനികർ തമ്മിൽ സംയുക്ത സൈനികാഭ്യാസം നടത്തിയത്. പക്ഷെ ഇതിൽ ഒരു അത്ഭുതം ഇല്ലെങ്കിൽ ആശ്ചര്യമൊക്കെ പലർക്കും തോന്നുമായിരിക്കും. പക്ഷെ ടെൻഷനോ ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള ശത്രുതയ്ക്കൊന്നും യാതൊരു കുറവോ അതെന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനോ കഴിയുകയില്ല. കാരണം അത്തരത്തിൽ തന്നെയാണ് ലോകത്തെ വിവിധ നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നതും. കാരണം ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. പകരം ഈ സംഘടന കാലാകാലങ്ങളിൽ നടത്തുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ്. അതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തു എന്നത് മാത്രമാണ് ഇതിനെ കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.